ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഈശ്വര കൃപയും ആയുരാരോഗ്യവും രോഗശാന്തിയും എല്ലാ നന്മകളും ഈ ലോക ജീവിത സുഖങ്ങളും ഈശ്വര കൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളുടെയും പേര് അടുത്ത ദിവസം ഞാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലാം. നമുക്ക് ഭഗവാന്റെ നാമം ചൊല്ലാനൊരു ഭാഗ്യം ഉള്ളവർക്ക് എത്ര സുഹൃതമുള്ളവരാണ്. എത്രത്തോളം ഭഗവാനെ പ്രാർത്ഥിക്കാം. കൃപ, ഈശ്വര കൃപ ഉണ്ടാകാൻ എല്ലാവർക്കും ഭക്തിപൂർവ്വം വേറൊന്നിലും ആഗ്രഹം വരത്തില്ല. ഭഗവാന്റെ നാമം നമ്മൾ ആ ഭഗവാന്റെ ഗുണങ്ങൾ കേൾക്കുമ്പോൾ. അതുകൊണ്ട് നമുക്കത് ചൊല്ലാം. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ വാസുദേവ. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. അച്യുതൻ്റെ ഗുണം കേട്ടാവോളം ഇച്ഛ മറ്റൊന്നിലും കൈവരാ നിർണയം. വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ. കൃഷ്ണ രാമ ഹരേ. പാപികൾക്കൊന്നും ഇത് കേൾക്കാൻ പറ്റുകയില്ല. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ വാസുദേവ. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങ് ഏശിപോൽ പണ്ടതും. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ ശങ്കരേ മാതൃഗർഭസ്ഥിതൻ. വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതം. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഈശ്വരാധീനം എന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാംഭോരുഹം. വിശ്വരക്ഷാവിധൗ വിഷ്ണുവെന്നിത്ര നന്നാരുമോർത്തില്ലഹോ. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ, കൃഷ്ണ രാമ ഹരേ,
വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഉത്തമൻ ദിഗ്ജയ പണ്ടു ദുഷ്ടൻ കലി വധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ. ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തി ദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനിപ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. എത്രയും കള്ളനത്രേ മഹായോഗി പോൽ ഇത്ര വെള്ളം കൊടാ ദാഹമുള്ളോർക്കിവൻ. യുദ്ധമുള്ളിൽ കൃതാ ചത്ത പാമ്പൊന്നെടുത്ത് ഇട്ടവൻ വെയിലേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഏറ്റവും കോപം ഉൾക്കൊണ്ടു തൽപുത്രനങ്ങ് ഊറ്റമായൊരു ശാപം കൊടുത്തു ബലാൽ. ധൂർത്തനാം ഭൂപനെ തക്ഷകൻ താൻ കടിച്ചിടും ഏഴാം ദിനേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപൻ നിക്രിയ. അപ്പോഴേ താൻ പിഴച്ചെന്നു തൽബാലകൻ തൽപുരം പൊക്കുപോൽ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വാസുദേവ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഒന്നുകൊണ്ടും നമുക്കിന്നി വയ്യ വിപത്ത് ഇന്നു തന്നെ വരുത്തേണമേ തൽഫലം. ഇന്നു ഞാൻ നിന്ദ്യനാകാൻ അഹോ കാരണം കോപശക്തി ബദ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഓർത്തിവണ്ണം തപിക്കും വിധോ ഭൂമിപൻ ശാപമാകർണ്യ കർണാഗതം തൽക്ഷണം. തീർത്തുവച്ചാൻ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവംശോദ്ഭവൻ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഔരസേ വച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേ വച്ചു ഗോവിന്ദ പാദാബ്ജവും. ചാരുഗംഗാതടം പുക്കിരുന്നേടിനാൻ ചേരുവാൻ തൊൽപദം. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. അക്ഷണം വന്ന നാനാമുനി പ്രൗഢരെ സൽക്കരിച്ചാശു വന്ദിച്ചിരുത്തി നൃപൻ. തൊച്ചിലംബമം മുനി ശ്രേഷ്ഠനാം ശ്രീശുകൻ തത്ര വന്നു തഥാ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വാസുദേവ.
കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. കൃഷ്ണരാമാദി നാമങ്ങൾ ഓതായിലോ നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാൽ അതും വിഷ്ണുലോകം ഗമിക്കും മഹാനീശനും വിഷ്ണു സൽകീർത്തനാൽ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. മക്കളെ, നമ്മൾ ഭഗവാനെ ഭജിച്ചില്ല എങ്കിൽ ഓതുക ഭഗവാൻ കൃഷ്ണ രാമ ഗോവിന്ദ പരമാത്മാവേ ഈശ്വര കൃഷ്ണ എന്നൊക്കെ നമ്മൾ പറയാതിരുന്നാൽ, ജപിക്കാതിരുന്നാൽ വിഷ്ണു ലോകത്ത് ചെല്ലത്തില്ല. എന്താ കാരണം? ഭജിച്ചാലേ നമുക്ക് ബ്രാഹ്മണനായി ജനിക്കാമെങ്കിൽ കൂടി ഭഗവാന്റെ നാമങ്ങൾ ചെല്ലാതിരുന്നാൽ നമുക്കൊരിക്കലും അവിടേക്ക് ചെന്നെത്താൻ പറ്റുകയില്ല. വെറുതെ ഈ ജന്മം വെറുതെ ആയിപ്പോകും. നീച ജന്മമായാലും ഭഗവാനെ ആരാധിച്ചാൽ നമുക്ക് വിഷ്ണു ലോകത്തെത്താം. അതാണ് ഈ നാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എപ്പോഴും ചൊല്ലണം. ഭഗവാനെ എപ്പോഴും കീർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഭഗവാനെ പുകഴ്ത്തുകയും ചെയ്യണം. ഭഗവാന്റെ ഗുണഗണങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റൊന്നിലും ഇച്ഛ വരത്തില്ല. അതാണ് നമ്മളിത് പഠിക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഭാഗവതം നോക്കാം. നമ്മൾ രാസക്രീഡയാണ് വായിച്ചുകൊണ്ടിരുന്നത്. പല പല മനുഷ്യരുടെ പല വിധത്തിലുള്ള ഗുണഗണങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. ഓരോ രീതിയിലാണ് മനുഷ്യരുടെ സ്വഭാവങ്ങൾ. അതിലൊന്നും പെട്ടതല്ല ഭഗവാനെന്ന് പറഞ്ഞു കേൾപ്പിച്ചു. ഭഗവാന്റെ സ്വഭാവം ഈ വക കാര്യങ്ങളൊന്നും അതുപോലെ അല്ല. എന്താ പറഞ്ഞ ഭഗവാൻ? സത്യവാന്മാർക്ക്, ഭക്തിയോടെ എന്നെ ഭജിക്കുന്ന സത്യവാന്മാർക്ക് ദാസനെന്നറിഞ്ഞാലും. അപ്പം ഈ മറ്റ് നമ്മൾ പല പല രീതി പറഞ്ഞല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ചെയ്തതും കൃപാത്മാക്കൾക്ക് അങ്ങോട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ കൃപയുള്ളവർ ഇങ്ങോട്ടെല്ലാം ചെയ്യുകയും ചെയ്യും. പിന്നെയോ എത്ര അങ്ങോട്ട് ചെയ്താലും ഒരു കൈ അറുത്ത ഉപ്പ് തേക്കെന്ന് പറയാം, അങ്ങനെ ഒരു സൈസ്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ വായിച്ചു. എന്നാൽ ജ്ഞാന സമരസ സത്തുക്കൾ എങ്ങനെയായിരുന്നു? പരമാത്മാവിൽ ലയിച്ച് ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി എല്ലാ ഈ ദുഃഖത്തിലും സുഖത്തിലും ഒരേ അവസ്ഥയുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം പരമാത്മാവിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സെല്ലാം അടക്കിക്കഴിഞ്ഞാൽ പിന്നെ പുറമേയുള്ള ചിന്തകളില്ല. എന്തോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാലും അത് മനസ്സിലാക്കത്തില്ല. മനസ്സ് പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് സുഖദുഃഖങ്ങളില്ലാത്തവരായ്മ, അത് സമരസ സത്തുക്കൾ. അവർക്ക് ആരുടെയും ദുഃഖമോ സുഖമോ ഒന്നിലും ഒരു തോന്നൽ, ദുഃഖത്തിൽ ദുഃഖമെന്നോ സുഖമൊന്നും മനസ്സിലാക്കാനുള്ള ത്രാണിയില്ല. കാരണം ഈ പുറമേയുള്ള ചിന്തകളെല്ലാം അടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ്. എന്നാലും അങ്ങനെ ഉള്ളവരെ സേവിച്ചാലോ സർവ്വ ഗുണം ഉണ്ടാവും. എല്ലാവർക്കും ഗുണമേറും. കാരണം അവരത്രയ്ക്കും ഉയർന്ന നിലയിലാണ്. അവർക്ക് എല്ലാം സമത്വമാണ്. ആരെ കണ്ടാലും ഒരുപോലെയാണ്. അവിടെ പണ്ഡിതനെന്നും പാമരെന്നും അത് താഴ്ന്ന ജാതിയെന്നോ ഉയർന്ന ജാതിയെന്നോ കുബേരനെന്നോ അങ്ങനെ ഒന്നും ഒരു പ്രത്യേകത. എല്ലാവരുടെ സമഭാവനയും സമചിത്തതയാണ്. അതുകൊണ്ടാണ് ദുഃഖത്തിലും സുഖത്തിലും ഒരുപോലെ ആയിരിക്കുന്നത്. എന്നാൽ അവരെ നമ്മൾ സേവിച്ചാലോ വളരെ വളരെ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കാരണം അവർ അങ്ങനെ ആയി തീർന്നവരാണ്. ഒരു ആരുടെയും ദുഃഖത്തിലോ സുഖത്തിലോ അവരൊന്നും അറിയുന്നതേ ഇല്ല. എപ്പോഴും ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതാണ് നമ്മൾ ആരോഹണം എന്ന് പറയുന്നത്. നമുക്ക് വിദ്യ മേലോട്ട് കയർന്ന് മുന്നോട്ട് നടന്ന് പോകുമ്പോൾ നമുക്ക് വിദ്യ കൊണ്ട് ഓരോ തലം എത്താം. അതാണ് പോകെ അങ്ങനെ ആയിത്തീരും. അതാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ പലതും വായിച്ച് എന്നിട്ട് ഇതെല്ലാം കേട്ട് നമ്മൾ എവിടം വരെ എത്തി? ഏകമെന്നും ദ്വൈതമെന്നും ഇല്ലാതവൻ സേവക അഭീഷ്ടതൻ തന്നെ മുനിജനം നന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചു രാസക്രീഡ നന്ദിച്ചുകൊണ്ടു ദേവാംഗനമാരപ്പോൾ തമ്മിൽ പറഞ്ഞാരിവണ്ണം. അതായത് ഈ ഗോപസ്ത്രീകളും ഭഗവാനുള്ള രാസക്രീഡ കണ്ടപ്പോൾ, കാരണം ഒരു കൃഷ്ണൻ ഒരു സ്ത്രീക്ക് എന്നതുപോലെ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് കൃഷ്ണൻ അങ്ങനെ നിന്ന് അവർ രാസക്രീഡ നടത്തിയപ്പോൾ ദേവാംഗനമാർ പിന്നെ ദേവലോകത്തുള്ള സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? തമ്മിൽ പറയുന്നു, ഈ വല്ലവീ സുന്ദരിമാർ നമ്മിൽ ഏറ്റവും സുഭഗമാരാണ്. ദേവസ്ത്രീകളെ ഒന്നും ഇതിനൊക്കം വരത്തില്ല. അതിനേക്കാൾ ഉപരി ആണ് ഈ ഗോപസ്ത്രീകൾ. അത്ര സുഭഗമാരാണെന്ന് അവർ മനസ്സിലാക്കി.
ഭഗവാന്റെ ഇതുപോലൊരു നൃത്തം, ഈ രാസക്രീഡ അവർ കൈകോർത്ത് എല്ലാവരിലും വലത്തും ഇടത്തും ഭഗവാൻ നിൽക്കും. ഒരു സ്ത്രീയുടെ ഇടത്തും വലത്തും രണ്ട് കൈയിലും കോർത്ത് നിൽക്കുന്നവണ്ണമാണ് ഇവിടെ മാല കോർത്തതുപോലെയാണ് എല്ലാ സ്ത്രീകളുമായിട്ട് കോർത്ത് 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 മാല കെട്ടുന്നത് പോലെ കോർത്ത് വട്ടമിട്ട് നിന്ന് അവർ ക്രീഡ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ ദേവസ്ത്രീകൾക്കെല്ലാം എന്താ തോന്നിയ, അവരെക്കാൾ എത്രയോ സുഭഗമാരാണ് ഈ ഗോപസ്ത്രീകൾ. ഭക്തിയുള്ളത് കൊണ്ടാണ് അങ്ങനെ അവർ കണ്ടു. ഇത് നമുക്ക് കണ്ടു വായിക്കാം. അവിടം വരെ നമ്മൾ വായിച്ചത്. അങ്ങനെ ഭഗവാന്റെ രാസക്രീഡ കണ്ടുകൊണ്ട് അവർ പറയുന്നു, ഏകമെന്നും ദ്വൈതമെന്നുമില്ലാതെ അവൻ സേവക അഭീഷ്ടതൻ തന്നെ. മുനിജനം നന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചു രാസക്രീഡ നന്ദിച്ചു കണ്ടു ദേവാംഗനമാരപ്പോൾ തമ്മിൽ പറഞ്ഞാരിവണ്ണം, ഈ വല്ലഭീ സുന്ദരിമാർ നമ്മിലേറ്റം സുഭഗമാർ. സർവ പേരും മുനിമാരും ദേവഗണങ്ങളും എല്ലാം തമ്മിൽ പറയും, ഈ വല്ലഭീ സുന്ദരിമാർ അത്രത്തോളം ഭഗവാന് ഇത്രത്തോളം ഇഷ്ടം വരാൻ അത്രയ്ക്ക് ഭാഗ്യം ചെന്നവരാണ്, സുന്ദരിമാരാണ്. ഈ ദേവസ്ത്രീകളെക്കാളും എത്രയോ മെച്ചമാണെന്ന് അവർ മനസ്സിൽ തമ്മിൽ അവർ ദേവഗണങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ സൗന്ദര്യ ഗർവ അഭിമാനങ്ങൾ ഉന്മൂലനാശം ഭവിച്ചത് ഇത് കണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഇത് കണ്ടപ്പോൾ ഈ ഗോപികമാരുടെ ഈ രാസക്രീഡ ഭഗവാൻ എല്ലാവർക്കും ഓരോരോ കൃഷ്ണൻ, ഓരോ നാരിമാർക്കും ഓരോ കൃഷ്ണനും ഇങ്ങനെ നിന്ന് ക്രീഡ ചെയ്തപ്പോൾ ഇവർ പറയുന്നു, ദേവസ്ത്രീകൾ പറയുന്നു, നമ്മുടെ സൗന്ദര്യ ഗർവ അഭിമാനങ്ങൾ. അപ്പോൾ ദേവഗണങ്ങൾക്ക് എന്താ ഉള്ളത്? ഗർവുണ്ട്. ഞങ്ങൾ ദേവസ്ത്രീകളാണ്, പിന്നെ ഞങ്ങൾ സുന്ദരികളാണ്, പിന്നെ മാനാഭിമാനങ്ങളുണ്ട്, അതുകൊണ്ട് സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൗന്ദര്യം ഗർവും അഭിമാനങ്ങളും ഉന്മൂലനാശം ഭവിച്ചത് ഇത് കണ്ടപ്പോൾ ഗോപസ്ത്രീകളുടെ ഈ നൃത്തം കൈകോർത്ത് നിൽക്കുന്ന ഈ രാസക്രീഡ കണ്ടപ്പോൾ ഭഗവാൻ ഇത്രയും ഇവർ എത്രമാത്രം ഭാഗ്യവരെ, ഇവരെന്ത് സുന്ദരിമാരും സുഭഗമാരുമാണെന്ന് അവർ തങ്ങൾ അവരുടെ അഭിമാനവും ഗർവും ഒക്കെ അങ്ങ് നശിച്ചു. ഉന്മൂലനാശം ഭവിച്ച ഒന്നുമല്ലാതായി മാറുക. അവർക്കത് കണ്ടപ്പോൾ സഹിക്കുമോ? ഭഗവാൻ ഇതുപോലെ അവർക്ക് കിട്ടുമോ? അപ്പം എന്താ ഇവിടെ? അവർക്ക് യാതൊരു വിവരവും ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട ഗോപസ്ത്രീകളാണ്. അവർക്ക് ഇത്രയും ഭാഗ്യം വന്നെങ്കിൽ ഇവരുടെ അഹങ്കാരവും ഗർവും കൊണ്ടാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അഹങ്കാരം ഉള്ളിടത്ത് ഭഗവാന് ദേവഗണമല്ല, ആരായാലും ബ്രഹ്മാവായാലും എന്താ സ്വന്തം മകനാണല്ലോ ബ്രഹ്മാവ് ഭഗവാന്റെ. അഹങ്കാരമുണ്ടെങ്കിൽ ഭഗവാൻ അഹങ്കാരത്തെ മാറ്റും. ഇവരിത് കണ്ടപ്പോൾ ദേവഗണങ്ങൾക്ക് അഹങ്കാരമൊക്കെ തന്നെ അങ്ങ് പോയി. കാരണം ഇവർക്ക് കിട്ടാത്ത ഭാഗ്യം ഈ പാവപ്പെട്ട ഗോപസ്ത്രീകൾക്ക് ഇത്ര ഭഗവാന്റെ കൃപ ഒന്നിച്ചു നിന്ന് ഇത്രയും സന്തോഷമായിട്ട് അവർക്ക് ക്രീഡ ചെയ്യാൻ സാധിച്ചപ്പോൾ ഇവരുടെ അഹങ്കാരമൊക്കെ അങ്ങ് നശിച്ച് അത് കണ്ടപ്പോൾ. ഇന്ദിരാവല്ലഭൻ ഇന്ദ്രാതി സേവിതന ഇന്ദു ചൂടാർച്ചിതൻ കന്ദർപ്പകാരണൻ തന്നോട് ചേർന്ന് രമിക്കുന്ന നാരിമാർ ഇന്ദിര തന്നെ അംശമെന്ന് വരുമടോ. അവർ മനസ്സിലാക്കിയത് എന്താണ്? ഇത് ഇന്ദിരാവല്ലഭനാണ്. അത് ഭഗവതി ദേവി മഹാ ഐശ്വര്യമായ ലക്ഷ്മിയുടെ വല്ലഭനാണ്. ഇന്ദ്രാതി സേവിതൻ ഇന്ദു ചൂടാർച്ചിതനാണ്. ഇന്ദുവിനെ ചൂടുന്ന അർച്ചിതനാണ്. കന്ദർപ്പകാരണൻ തന്നോട് ചേർന്ന് രമിക്കുന്ന ഈ നാരിമാർ. ഇങ്ങനെയെല്ലാം ഉള്ള ഭഗവാൻ നാരായണൻ കൃഷ്ണൻ ഇന്ദിരയുടെ ഭർത്താവായ ഭഗവാൻ ഇവരുടെ കൂടെ ഇങ്ങനെ ചേർന്ന് രമിക്കുന്നെങ്കിൽ ഇത് ഇന്ദിരയുടെ അംശമായ ഗോപികളാണ്. ഈ സ്ത്രീകളെല്ലാം ദേവി ഭഗവതി, അതായത് മഹാലക്ഷ്മിയാകുന്ന ഐശ്വര്യമായിരിക്കുന്ന ദേവിയുടെ അംശങ്ങളാണ്. അതിനെ ഇപ്പം എല്ലാം പറയണോ? ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ഇന്ദിരാംശങ്ങളല്ലേ, അമ്മയല്ലേ നമ്മളെല്ലാവരും. എല്ലാ സ്ത്രീകളും അമ്മയുടെ അംശമാണല്ലോ. പുരുഷന്മാരെല്ലാം ഭഗവാന്റെ പിതാവായ ദൈവത്തിൻ്റെ അംശങ്ങളും, സ്ത്രീകളെല്ലാം അമ്മയാണ്, ദേവിയുടെ അംശങ്ങൾ. അതുകൊണ്ട് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ദിരയാകാം. അതുകൊണ്ട് അവർക്ക് അത് മനസ്സിലായി. അവരുടെ അഹങ്കാരം കൊണ്ടാണ് ദേവസ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് ഇത്രയും അവിടെ നേരിൽ കണ്ടപ്പോൾ അവരുടെ അഹങ്കാരം മാറും. അപ്പോൾ ഇതെല്ലാ സ്ത്രീകളും ഇന്ദിര, അത് മഹാലക്ഷ്മി ആയിരിക്കുന്ന അമ്മയുടെ ദേവിയുടെ അംശമെന്ന് വരുമടോ. അതാണ് സംഭവം. ഇന്നിവർ പുണ്യവും നമ്മുടെ പുണ്യവും ഒന്നുപോലെ വരാ. അപ്പോൾ ഈ ഗോപസ്ത്രീയുടെ പുണ്യവും ഈ ദേവഗണങ്ങളായിരിക്കുന്ന ദേവസ്ത്രീകളുടെ പുണ്യവും ഒന്നുപോലെ ആവത്തില്ല, വരത്തില്ല.
അവർക്ക് തന്നെ മനസ്സിലായി ഞങ്ങളുടെ പുണ്യം ഗോപസ്ത്രീയുടെ പുണ്യമായിട്ട് വ്യത്യാസമുണ്ട്, അതുപോലൊന്നും ഞങ്ങളുടെ പുണ്യം വരത്തില്ല, ദേവഗണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അഹങ്കാരമൊക്കെ മാറ്റി ഈശ്വരനെ ആരാധിച്ച് താഴ്മയും വിനയമൊക്കെ വന്നെങ്കിൽ മാത്രമേ ഇതെന്തോ ഞാനെന്ന ഭാവവും സുന്ദരികളാണെന്നും ഞങ്ങൾ കേമികളാണെന്നും അഭിമാനമുള്ളവരാണെന്നൊക്കെ ഉള്ള ചിന്ത നമുക്ക് എപ്പോഴും മാറുന്നു. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമുക്കുള്ള ആ മനസ്സിലിരിപ്പ് എപ്പോൾ മാറുന്നു അതുവരെ നമുക്ക് ഭഗവാനെ എന്താ പറയുക പ്രത്യക്ഷമാകാനോ ദർശനം കാണാനോ ഭഗവത് കൃപ കിട്ടാനോ നടക്കത്തില്ല. നമ്മളെപ്പോൾ ഇങ്ങനെ ഈ ഗോപസ്ത്രീകൾ കണക്ക് നമ്മൾ വിനയമായി ഭഗവാൻ ഞങ്ങളിപ്പോൾ മരിച്ചു പോവും കൃഷ്ണ, ഞങ്ങൾക്കിനി വേറെ ആരുമില്ല എന്നുള്ള ചിന്ത വന്ന് താഴെ വന്നപ്പോഴാണ് ഭഗവാൻ ഇവിടെ ആനുകൂല്യം കൊടുത്തത്. നമ്മളും അത് മനസ്സിലാക്കണം. ഇവിടെ ദേവഗണങ്ങൾക്കൊന്നത് കിട്ടാത്ത ഭാഗ്യം, അവർക്കുള്ള അഹങ്കാരം മാറാത്തതുകൊണ്ട് അതാണ് നമ്മുടെ പുണ്യവും. അത് ഇന്നിവർ പുണ്യവും ഈ ഗോപികമാരുടെ പുണ്യവും ദേവഗണങ്ങളുടെ അതായത് ദേവനാരിമാരുടെ നമ്മുടെ പുണ്യം ഒന്നുപോലെ വരാ എന്ന് മാളികയുടെ വിഷമിച്ചു. അയ്യോ ഇതിങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ലല്ലോ, ഈ ഒരു പുണ്യം ഈ ഗോപികമാർക്ക് കിട്ടിയ ഈ ഭാഗ്യം ഈ പുണ്യം ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും, വരത്തില്ലല്ലോ എന്ന് മാളികയിടുന്നവർ വിഷമിക്കുന്നു. ഗോപീജനങ്ങളും അത്ര ഗോവിന്ദനും ആപാദ ചൂടം വിളങ്ങുന്ന ശോഭയും കേശം അഴിഞ്ഞു പൊഴിയുന്ന പൂമലർ തോഴിമാർ അമ്പരങ്ങൾ അഴിഞ്ഞു സ്വേദലേശങ്ങൾ പൊങ്ങി ഗീതങ്ങൾ മൃദുസ്വരലേശങ്ങളായി പാദനൃത്തങ്ങൾ മന്ദമായി ക്രീഡിച്ചിതു മേഘവിദ്യുൽ സമപ്രഭ ഈടുദാഢ്യൻ ഗോപിമാരോട് ഒരുമിച്ച് കൃഷ്ണസംഗേന സന്തുഷ്ടരാം ഗോപികൾ തൃഷ്ണയാ സംഗീത ദുഷ്ടരായാർ ചിലർ. അതായത് ഈ ഞങ്ങൾക്കുള്ള പുണ്യം ഈ ഗോപികമാരുടെ പുണ്യം രണ്ടും രണ്ടാണല്ലോ ഭഗവാനെ, ഞങ്ങൾക്കിത് കിട്ടത്തില്ലല്ലോ. എവർക്ക് കിട്ടിയ ഈ ഭാഗ്യം പുണ്യം അതിൻ്റെ ഗോപീ ജനങ്ങളും അത്ര ഗോവിന്ദനും. എത്ര ഗോപീ ജനങ്ങളുണ്ടോ അത്ര ഗോവിന്ദനും, എത്ര സ്ത്രീകളുണ്ടോ ഗോപികളുണ്ടോ അത്ര തന്നെ ഗോവിന്ദൻ. കൃഷ്ണനും ആപാദ ചൂടം വിളങ്ങുന്ന ശോഭയും എത്രമാത്രം പാദം തൊട്ട് തലവരെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ശോഭയും. അതായത് ഈ ഓരോ സ്ത്രീക്ക് ഓരോ നാരി അങ്ങനെ അവരുടെ പാദം തൊട്ട് കേശം ഉച്ചി വരെയുള്ള വിളങ്ങുന്ന ശോഭയും കേശം മുടി അഴിഞ്ഞു പൊഴിയുന്ന പൂമലർ തോഴിമാർ അമ്പരങ്ങൾ അഴിഞ്ഞ് ഈ ഗോപസ്ത്രീകൾ ഇങ്ങനെ ക്രീഡ ചെയ്തപ്പോൾ അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞൊക്കെ ഉലഞ്ഞൊക്കെ പോയി പൂമഴ പോലെ പൂമലർ ചൊരിയുന്നു. സ്വേദലേശങ്ങൾ പൊങ്ങി വിയർപ്പുതിരുകൾ പൊങ്ങി ഗീതങ്ങൾ മൃദുസ്വരലേശങ്ങളായി പാദനൃത്തങ്ങൾ മന്ദമായി ക്രീഡിച്ചതു. അവിടെ പാദം കൊണ്ടുള്ള നൃത്തങ്ങളൊക്കെ മന്ദമായിട്ടും സ്വേദ ലേശങ്ങൾ എന്താ പൊങ്ങിയെന്ന് വെച്ചാൽ എന്താണ് വിയർപ്പ് തുള്ളികളൊക്കെ ഈ ദേഹത്തൊക്കെ വിയർപ്പ് തുള്ളി ഇങ്ങനെ നൃത്തമൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ പൊടിഞ്ഞ് വരുമല്ലോ, അതുപോലെ എല്ലാം പൊങ്ങി ഗീതങ്ങളും മൃദുസ്വരം പോലെ ലേശങ്ങളായി പാദനൃത്തങ്ങളും മന്ദമായി ക്രീഡിച്ചത്. അതൊക്കെ ഒരു താളത്തിലിങ്ങനെ ഒത്ത് അവർ ലയത്തിലിങ്ങനെ വന്നു. അപ്പോഴെന്ത് തോന്നുന്നു എല്ലാവർക്കും? മേഘവിദ്യുൽ സമപ്രഭ, മേഘങ്ങളും അതിൽ ഭിന്നലും. അതായത് ഭഗവാന്റെ നിറം എന്താണ്? കാർമുകൽ വർണ്ണനല്ലേ, കാർമേഘമല്ലേ. അപ്പോൾ ഓരോ കൃഷ്ണനും ഉണ്ട് ഓരോ നാരിമാരുണ്ട്. അപ്പോൾ എത്ര നാരിമാർ വരും, എത്ര കൃഷ്ണനും ഉണ്ട്. അപ്പോൾ ഓരോ കൃഷ്ണനെടുക്കലും മേഘം പോലെ ശോഭിക്കുന്നു. അതായത് ഭഗവാൻ നിൽക്കുമ്പോൾ കാർമേഘം പോലെയും അതിൽ വിദ്യുൽ സഭം പോലെ തിളങ്ങുന്ന ഈ നാരിമാരെല്ലാം നല്ല നിറമുള്ളവരല്ലേ, അവരുടെ കണ്ട നല്ല മിന്നി തിളങ്ങുന്നത്. അത് മിന്നൽ എങ്ങനെയാണ്? കാർമേഘത്തിൻ്റെ ഇടയ്ക്കൂടെ മിന്നലും ഇടിയൊക്കെ വരണം. ആ മിന്നൽ പ്രഭ, ഇടിയല്ല പ്രഭ വരും. അതുപോലെ മേഘവിദ്യുൽ സമപ്രഭ ഈടിദാഠ്യൻ ഗോപിമാരോട് ഒരുമിച്ച് കൃഷ്ണ സംഗേന. അപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ ശോഭിക്കുന്നേ? കാർമേഘം പോലുള്ള ഭഗവാനും അടിമുടി അങ്ങനെയാണല്ലോ, അതുപോലെ തന്നെ മിന്നി തിളങ്ങുന്ന ഈ സ്ത്രീകളും ഇത് കണ്ടാൽ എന്താണ് ഈടിദാഠ്യൻ ഗോപിമാർ ഇങ്ങനെയുള്ള ഭഗവാൻ ഈ സ്ത്രീകളോട് ഒരുമിച്ച് കൃഷ്ണ സംഗേന ഭഗവാനോട്ടിങ്ങനെ സംഗമിച്ച് നിൽക്കുന്ന ഈ സ്ത്രീകളും ഭഗവാനും കൂടെ അത് സന്തുഷ്ടരാം ഗോപികൾ. ഇവർക്കെല്ലാം അത്രമാത്രം സന്തോഷമായി ഈ ഗോപിമാർക്ക്. ഗോപികൾ ഭഗവാനോടൊപ്പം ഇന്ന് ചേർന്ന് സംഘമായി നിൽക്കുന്നു, ചേർന്നിങ്ങനെ ലയിച്ച് നിൽക്കുന്നത് എന്തൊരു ശോഭയാ ഇത്. ഈ ദേവഗണങ്ങൾ നാരികൾ ഇത് കണ്ടിട്ട് അതോ തൃഷ്ണയാ സംഗീത തുഷ്ടരായവർ ചിലർ അതിലെല്ലാം സന്തുഷ്ടരാകുന്നു. തൃഷ്ണ ഇതെല്ലാം കണ്ട് സംഗീത തുഷ്ടരായാർ ചിലർ. കൃഷ്ണ കണ്ടേ കരം വച്ചു നിന്നിടിനാരുഷ്ണേന മറ്റൊരു നാരി കൃഷ്ണൻ കരം. ഇത്രയും സ്ത്രീകളുള്ളതിൽ ഓരോരുത്തരും ഓരോ രീതിയാണ് നിൽക്കുന്നത്.
ചിലർ എന്താ തുഷ്ടരായ സംഗീതം കൊണ്ടിങ്ങനെ നൃത്തം ചെയ്യുന്നു പാടിക്കൊണ്ട്. ചിലരെങ്ങനെ സ്ത്രീകൾ കൃഷ്ണകണ്ഠേ ഭഗവാന്റെ കണ്ഠത്തിൽ കഴുത്തിൽ കരം വച്ച് നിൽക്കുന്നു ചില സ്ത്രീകൾ. ചിലർ ഉഷ്ണേന മറ്റൊരു നാരി കൃഷ്ണൻ കരം ഒരു നാരി ഉഷ്ണം കൊണ്ട് മറ്റൊരു ഭഗവാന്റെ കരം വെച്ച് നിന്നിടാൻ ഉഷ്ണേന. അപ്പം ഓരോ നാരിമാർക്ക് ഓരോ രീതിയിലാണ് ഭഗവാന്റെ കഴുത്തിൽ ഒരു സ്ത്രീ കരം കൈ പിടിച്ചേക്കുന്നത്, ഒരു സ്ത്രീ പിന്നെ എന്താ പറയുക ചുംബിക്കുന്നു. മറ്റൊരു നാരി കൃഷ്ണൻ കരം തൃഷ്ണയാ ചുംബിച്ചു ഭഗവാന് തന്നെ മുത്തം കൊടുത്തുണ്ട്. മറ്റൊരുത്തി മുഖം കൃഷ്ണൻ മുഖത്ത് മോദന ചേർത്തിട്ട് ഭഗവാന്റെ മുഖത്തേക്ക് തന്നെ വേറൊരു സ്ത്രീ മുഖത്തോട് മുഖം ചേർന്ന് നിന്നുകൊണ്ട്. പിന്നെ കൃഷ്ണൻ്റെ വായിലെ ചർവിത താമ്പൂലം, അത് ഈ മുറുക്കുണ്ടല്ലോ, മുറുക്കുന്ന അത് ഭഗവാന്റെ വായിലുണ്ട്. എൻ്റെ പേര് താമ്പൂലം. കൃഷ്ണൻ്റെ വായിലെ ചർവിത താമ്പൂലം തൃഷ്ണയ വാങ്ങിനാൾ അപ്പോൾ മുകുന്ദനും ചിത്തമോദത്തോടെ അവളെ പുണർന്നു. ഭഗവാന്റെ വായിൽ നിന്ന് ഈ ചർവിത താമ്പൂലം ഒരു സ്ത്രീയുടെ കൈകൊണ്ട് ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ ഭഗവാൻ മോദം അത്രയ്ക്ക് ഭഗവാൻ അവരായി തീരുക ചെയ്യുന്നത്, അത്രയ്ക്ക് ഒന്നായി ലയിച്ചു. അപ്പോൾ പിന്നെ ഭഗവാന്റെ വായിലെ ചർവിത താമ്പൂലവും ഈ സ്ത്രീയിലും നോക്കുമ്പോൾ അവർക്ക് രണ്ടിലും വ്യത്യാസമില്ല. അവിടെ ഈ സ്ത്രീയും ഭഗവാനോട് ഒന്നായി മാറുക, അവർക്ക് അജ്ഞാനം ഇല്ലാതെ അങ്ങ് ആയി അവിടെ. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ എന്ത് വന്നു, ചിത്തമോദത്തോടെ അവളെ പുണർന്ന് അത്രയ്ക്ക് അവരെ അങ്ങ് ലയിച്ച് ഒന്നാകുന്ന ഒരു ലക്ഷണമാണല്ലോ. നമുക്കറിയാം ഈ പുറമേയുള്ള സ്ത്രീകൾക്കും പുരുഷനും നമ്മൾ ഈ ലോക ജീവിതത്തിലും അത്രയ്ക്ക് സ്നേഹമുള്ള പുരുഷനും ഭാര്യയാണെങ്കിൽ അവർക്കും ഇങ്ങനെ അത് ഇവർക്ക് ആത്മീയമായി ഉള്ളത്തിലുള്ള സ്നേഹം. അപ്പോൾ അതുപോലെ ഭഗവാന് ലയിച്ചു കഴിഞ്ഞു ഈ സ്ത്രീ എന്ന് ഭഗവാന് മനസ്സിലായി. കാരണം ഭഗവാന്റെ വായിൽ നിന്ന് എടുക്കുന്ന താമ്പൂലം കൈ കൊണ്ട് എടുത്ത് അവർ ചിലപ്പം വായിൽ വെക്കാനാക്കി എടുക്കുന്നത് അത് അപ്പോൾ തന്നെ ഭഗവാന് അത്രത്തോളം മനസ്സ് മോദത്തോടെ അവളെ പുണർന്നുടൻ സിഗ്ധതയാ മുഖത്താശ ചുംബിച്ചതു. സന്തോഷത്തോടെ തന്നെ ഭഗവാൻ അവരുടെ മുഖത്തൊരു മുത്തം കൊടുത്തു. കാശന നാരി തളർന്നു കൃഷ്ണൻ കരം ആചരിച്ചാൾ കുജമധ്യേ പതിച്ചത. അങ്ങനെ ചില നാരികൾ തളർന്നു വീഴും. ഇതെല്ലാം കളിച്ച് ഒരുപാട് നേരം കൊണ്ട് തുടങ്ങിയല്ലോ ഈ നൃത്തം, ഈ ക്രീഡ. അപ്പോൾ കാചന നാരി തളർന്നു കൃഷ്ണൻ കരം ആചരിച്ചാൽ കുജമധ്യേ അവിടെ മാറിൽ പതിച്ചു ഭഗവാന്റെ കരം പതിച്ചത. തമ്മിൽ അന്യോന്യം പുണർന്ന് മുകർന്നവർ ഓരോ കൃഷ്ണനും ഓരോ രീതിയാണ് ഓരോ സ്ത്രീകളോട് കാണിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് ആ സ്ത്രീയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ പരമാത്മാവിനോടുള്ള ആ സ്നേഹം, പരമാത്മാവാണ്, പരബ്രഹ്മമൂർത്തിയാണ്, ആ ഭഗവാനുള്ള സ്നേഹം ഉള്ളിൽ അവർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഭഗവാനും ഓരോ കൃഷ്ണനും ഓരോ നാരിമാർക്ക് അത് ചെയ്യുന്നത്. അപ്പോൾ തമ്മിൽ അന്യോന്യം പുണർന്ന് മുകർന്നവർ തൻ മനക്കാമ്പിൽ യൗവണ്ണം ഓരോ സ്ത്രീകളുടെ മനസ്സിൽ എങ്ങനെയാണോ അഭിരുചി, ഭഗവാൻ എങ്ങനെ നിൽക്കണം, മുത്തം ചെയ്ത് നിൽക്കണോ, ഭഗവാന്റെ കണ്ഠത്തിൽ പിടിച്ച് നിൽക്കണോ, ഭഗവാന്റെ താമ്പൂലം വായിലെ താമ്പൂലം എടുക്കണോ, എങ്ങനെയാണ് ഓരോ സ്ത്രീക്ക് അഭിരുചി ഇഷ്ടം, അതുപോലെ തന്നെ ഭഗവാൻ അതിനൊത്ത് നിന്നു. തന്മനക്കാമ്പിൽ യൗവണ്ണ അഭിരുചി എന്നാൽ അതുപോലെ ഗോവിന്ദ നാരിമാരൊന്നിച്ച് തമ്മിൽ ആവോളം രമിച്ചിതു. അപ്പോൾ ഭഗവാൻ ഈ ക്രീഡ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നാരികൾക്കും ഒരു നാരി ഒരു നാരി തളർന്ന് ക്ഷീണിച്ച് ഭഗവാന്റെ അവർ മാറില്ല വീഴുന്നു. ഇങ്ങനെ ഓരോ രീതിയിൽ ഭഗവാൻ എല്ലാവരെയും അവർക്ക് എങ്ങനെ വെച്ചാൽ അതെല്ലാം ഒരു നാഥൻ എങ്ങനെയാണ് കാത്ത് രക്ഷിക്കുന്നത്, എന്താണ് അവരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ, അതിനൊത്തു തന്നെ പരമാത്മാവല്ലേ ഭഗവാനും. പിന്നെ അവിടെ വേറൊരുത്യം കാണിക്കാൻ പറ്റും, എല്ലാവരും ഭഗവാന്റെ അല്ലയോ, ഈ ലോകമേ എല്ലാവരും ഭഗവതി, അതായത് സ്ത്രീകൾ എല്ലാം പരമാത്മാവിൻ്റെ എന്താ പറയുക ലക്ഷ്മികളാണ് നമ്മളെല്ലാവരും അങ്ങനെ. പക്ഷെ നമ്മൾ അങ്ങനെ ഉള്ളത്തിൽ പരമാത്മാവെന്നുള്ള ചിന്തയിൽ നമ്മളാവുമ്പോൾ നമ്മളും ഭഗവതിയായി മാറുവാണ്, ദേവിയായി മാറുവാണ്. അപ്പോൾ നമ്മുടെ ഒരു മഹാലക്ഷ്മിയുടെ ഭർത്താവാണ് ഭഗവാൻ നാരായണൻ, ആ പരബ്രഹ്മമൂർത്തി. അപ്പോൾ നമുക്ക് എന്താണ് ആഗ്രഹം അതുപോലെയാണ് ഈ ഭഗവാൻ. ചിലപ്പോൾ ഒന്നിച്ച് തമ്മിൽ ആവോളം രമിച്ചതു ഏതെല്ലാം രീതിയിലാണോ അങ്ങനെയല്ല. രാസക്കളികളാൽ ആലസ്യമായവരാസന്ന മോദേന കാളന്തി തൻ ജലേ മുങ്ങിയും നീന്തിയും വാരിയെ തേകിയും തങ്ങളിൽ സ്പർശന ചുംബനാദ്യങ്ങളും ഗംഗയിൽ നിന്നു ഗീതങ്ങൾ നൃത്തങ്ങളും ഗംഗയുമായി ജലക്രീഡ ചെയ്തവർ പിന്നെ
കരേറി മതാസ്തി പിടികളോടൊന്നിച്ച പോലെ ഗോവിന്ദ നാരീജനം ഒന്നിച്ചു പിന്നെയും നന്നായി രമിച്ചതു. അവർ രാസക്കളികളാൽ ആലസ്യമായി ഒരുപാട് സമയം ഒന്നിച്ചു നിന്ന് ഇങ്ങനെ ആത്മാർത്ഥമായി ഒരുപാട് സമയം എടുത്ത് ക്രീഡ ചെയ്തപ്പോൾ അവർ ആസന്നമോദനം, അവർക്ക് ആലസ്യമൊക്കെ തളർച്ച ക്ഷീണമൊക്കെ വന്നു. നേരത്തെ തന്നെ നമ്മൾ വായിച്ചു, കാശന നാരി, ഒരു നാരി തളർന്ന് മാറിൽ വീഴുന്നു, ഓരോ നാരികൾ ചുംബിക്കുന്നു, അങ്ങനെ ഓരോ രീതിയിലെല്ലാം ആയി. പക്ഷേ ഇവർ എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ വന്നപ്പോൾ ആലസ്യപ്പെടുന്നു മിക്കവാറും പേര്. ആസന്നമോദന കാളന്തിതൻ ജലേ, എന്താ പറയുക, ഈ കാളന്തി നദിയിൽ മുങ്ങിയും നീന്തിയും വാരിയ തേകിയും വെള്ളം തേവി അങ്ങോട്ടും ഈ തെപ്പി അങ്ങോട്ടും തെറിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ ക്രീഡകൾ. അവർ നീന്തി കളിക്കുന്നു, മുങ്ങി വെള്ളത്തിനടിയിൽ പോകുന്നു, മുങ്ങിയിട്ട് പിന്നെ തിരിച്ച് ഉയർന്നു വരുന്നു, ഇങ്ങനെ വെള്ളം തെപ്പുന്നു, തങ്ങൾ സ്പർശന ചുംബനാദികളും ചെയ്യുന്നു. ഓരോ നാരിക്കും ഓരോ കൃഷ്ണൻ ഒന്നിച്ച് നിന്നാണ് അവർ മുങ്ങിയും തപ്പിയും നീന്തുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തങ്ങളിൽ വെള്ളം അങ്ങോട്ട് തെപ്പുന്നു, തങ്ങൾ സ്പർശന ചുംബനാദികൾ ചെയ്യുന്നു, സ്പർശിക്കുന്നു, ചുംബനം കൊടുക്കുന്നു. ഗംഗയിൽ നിന്ന് ഗീതങ്ങൾ നൃത്തങ്ങളും ഗംഗയുമായി ജലക്രീഡ ചെയ്ത്, അപ്പം ഗംഗാനദിയിൽ നിന്ന് ഗീതങ്ങൾ പാട്ടുപാടി കിടന്ന് തുള്ളി അവർ നൃത്തം ചെയ്യുന്നു. ഗംഗയുമായി ജലക്രീഡ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, പിന്നെ കരേറി. എങ്ങനെ കരേറി? മതാസ്തി പിടികളോട്, ഈ മതയാനകൾ എങ്ങനെയാണ് അതുപോലെ പിന്നെ കരേറി മതാസ്തി പിടി വെച്ചാൽ പിടിയാനകളെ പോലെ. അത് നമുക്ക് ആ പെണ്ണാനകൾ എങ്ങനെ വെള്ളത്തിൽ കിടന്ന് മുങ്ങി കുളിച്ചിട്ടൊക്കെ എങ്ങനെ, അതുപോലെ ഇവർ അത്ര ആനന്ദ ലഹരിയിലെന്നാണ് അതിൻ്റെ അർത്ഥം. മതാസ്തി പിടികളോട് ഒന്നിച്ച പോലെ ഗോവിന്ദ നാരീജന, അവരെല്ലാം അങ്ങനെ ആനന്ദത്തിൽ ഒന്നിച്ച് ഈ ഗോവിന്ദനും നാരിമാരും, ഓരോ കൃഷ്ണനും ഓരോ നാരിമാരും മതാസ്തി പിടികളോട് ഒന്നിച്ച പോലെ ഗോവിന്ദ നാരീജനം ഒന്നിച്ചു പിന്നെയും നന്നായി രമിച്ചിതു. അങ്ങനെ അവർ വെള്ളത്തിലും കരയിലും എന്ന് വേണ്ട, സുന്ദരിമാരെത്ര അത്ര മുകുന്ദനും, എത്ര സുന്ദരിമാരുണ്ടോ അത്ര തന്നെ കൃഷ്ണനും. ചെന്നു വനത്തിൽ വള്ളിക്കുടിൽക്കുള്ളകത്ത് എന്നല്ല, വൃക്ഷങ്ങൾ തന്നുടെ കീഴിലും. അവിടുന്ന് അവർ കരയേറിട്ട് എന്ത് ചെയ്തു, വെള്ളത്തിൽ നിന്ന് വനത്തിൽ ചെന്നിട്ട് വള്ളിക്കുടിൽക്കുള്ളകത്ത്, വള്ളി ഇങ്ങനെ ചുറ്റി ഭയങ്കര വനങ്ങളുണ്ടല്ലോ, വള്ളികളിങ്ങനെ പടർന്ന് അതിനകത്ത് അതിനകത്ത് ചെന്നിട്ട് എന്നല്ല, അവിടെ മാത്രമല്ല വൃക്ഷങ്ങളുടെ കീഴിലും, വലിയ വൃക്ഷങ്ങളുടെ കീഴിലും വനത്തിനുള്ളിലും വള്ളിക്കുടിലിനകത്തും നന്നായി രമിച്ചാർ വനക്രീഡകൾ എന്നതുകൊണ്ടും രമിപ്പിച്ചു നല്ലാരെ ഈ പിള്ളേരെ, നല്ലാരെ ഈ സ്ത്രീകളെ. ഭഗവാൻ വെള്ളത്തിൽ നിന്ന് കരകയറിയിട്ട് വനത്തിലും വൃക്ഷച്ചുവട്ടിലും വള്ളികൾക്കിടയിലും എല്ലായിടവും ഭഗവാൻ ഒന്നുപോലെ അവിടെ എല്ലാം ചെന്ന് അവർക്കുള്ള ആഗ്രഹം പോലെ സുന്ദരമായിട്ട്, ഓരോ സ്ത്രീക്കും ഓരോ കൃഷ്ണനും ഉണ്ടല്ലോ അവിടെ, പിന്നെ എന്താ പറയുക, പക്ഷഭേദമൊന്നുമില്ല, സന്തോഷമായിട്ട് എല്ലാവർക്കും ഒന്നുപോലെ അവിടെ സുഖിച്ച് കഴിയാമല്ലോ. അങ്ങനെ രമിപ്പിച്ചു നല്ലാരെ ഈ സ്ത്രീകളെ അവിടെ ആഗ്രഹം പോലെ തന്നെ നിറവേറി. കാരണം എന്താ, അവിടെ ഉള്ളത്തിൽ അഹങ്കാരമൊക്കെ പോയി, അവർ ശുദ്ധ സ്ത്രീകളായി മാറി, വിശുദ്ധമായി. അവരെ ഭഗവാൻ മറഞ്ഞു നിന്ന സമയത്ത് അവരെ വേണ്ടുന്ന രീതിയിൽ പ്രാർത്ഥിച്ച്, ഭഗവാനെ ഇനി രക്ഷയില്ല, ഞങ്ങൾക്ക് ഇനി മരണമാണ്, അതിനു മുമ്പായിട്ട് ഭഗവാൻ പ്രത്യക്ഷമാകണമേ, വരണമേ, ഞങ്ങൾ മരിച്ചു പോകും എന്നങ്ങനെ താഴെ വന്നവർ അഹങ്കാരമൊക്കെ പോയി ഭഗവാൻ അത്രത്തോളം പ്രാർത്ഥിച്ച് അവർ ലയിച്ചു. അപ്പോൾ ഭഗവാൻ അവർക്ക് ഒത്തു നിൽക്കുന്നു. അഹങ്കാരമൊക്കെ പോയപ്പോൾ അവരെ നന്നാക്കിയെടുത്ത് അപ്പോൾ ഭഗവാൻ അവർക്ക് അത് നമ്മളും പഠിക്കണം. നമുക്ക് വിനയവും താഴ്മയും എല്ലാം വരുമ്പോൾ അത്രത്തോളം നന്നായി നമ്മുടെ ഹൃദയശുദ്ധി ആകുമ്പോൾ നമുക്കും ഭഗവാൻ ഇതുപോലെ ആവണമെന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലാതെ രക്ഷയില്ല. എന്നിട്ടോ മല്ലവിലോചനൻ അല്ലീശ്വരതാതൻ എല്ലാറ്റിനും എന്നുവെച്ചാൽ കാമദേവൻ്റെ പിതാവ്, അല്ലീശ്വരൻ വെച്ചാൽ കാമദേവൻ. അപ്പം മല്ലവിലോചനൻ ഭഗവാൻ അല്ലീശ്വര, അതായത് കാമദേവത്താതൻ, അതാ മഹാവിഷ്ണു, അല്ലീശ്വര താതൻ എല്ലാറ്റിനും സൗഖ്യതൻ സുഖവിഗ്രഹൻ. അപ്പോൾ ഈ കാമദേവൻ്റെ പിതാവായ ഭഗവാൻ വിഷ്ണു ഇത്രയെല്ലാം ഈ ഭഗവാനെ വർണ്ണിക്കുക. ആ മഹാവിഷ്ണു നാരായണൻ കൃഷ്ണൻ എല്ലാവർക്കും സൗഖ്യതനാണ്, സുഖവിഗ്രഹനാണ്. ഭഗവാന്റെ വിഗ്രഹം, ആ ശരീരം എല്ലാവർക്കും നന്നായി സൗഖ്യപ്രദമായിട്ട് ചെയ്യുന്നു. തന്നുടെ ഭക്തരായുള്ളവർക്കൊക്കെയും എങ്ങനെയെങ്കിലും അല്ലൽ തീർത്ത് ആനന്ദ ദുർലഭ സാധ്യ പദം കൊടുത്തിടുവോ നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവാൻ മഹാവിഷ്ണു നാരായണൻ സൗഖ്യതൻ എല്ലാവർക്കും
കാമദേവൻ്റെ പിതാവായ ഈ ഭഗവാൻ കൃഷ്ണൻ സുഖവിഗ്രഹൻ, അത്രമാത്രം സൗന്ദര്യമായിരിക്കുന്ന ഭഗവാൻ, സൗഖ്യം കൊടുക്കുന്ന ഭഗവാനാണ്. സുഖവിഗ്രഹം, എല്ലാവർക്കും സുഖം കൊടുക്കുന്ന ഭഗവാൻ കൃഷ്ണനാണ്. തങ്ങളുടെ ഭക്തരായവർക്കൊക്കെയും എങ്ങനെയെങ്കിലും എങ്ങനെ ഒന്ന് ഭരിച്ചാലും മതി, ഭഗവാൻ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളൊക്കെ, അവർക്ക് അല്ല തീർത്ത ആനന്ദം ദുർലഭം സാധ്യപദം കൊടുത്തിടുവോര്. അല്ലോ മുകുന്ദൻ ഇവങ്കിൽ സദാ ഭക്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഭഗവാനെ എന്നുള്ള ചിന്തിച്ചാൽ പോലും ഭഗവാൻ എല്ലാം കൊടുക്കുന്നവനാണ്. ദുർലഭ സാധ്യപദം കൊടുത്തിടുന്ന ഭഗവാൻ അല്ലോ. അങ്ങനെയുള്ള ഭഗവാൻ മുകുന്ദൻ ഇവങ്കൽ ഭഗവാൻകൾ സദാ ഭക്തി ഉല്ലസിച്ചുള്ളവർക്ക് എന്താ അസാധ്യം നൃപ. അപ്പം എന്താ, നമ്മൾ ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഭഗവാനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് എന്താ ഇല്ലാത്തത്, അസാധ്യം? ഭഗവാൻ എന്താ അസാധ്യം? സർവ്വതും കൊടുക്കും എന്നുള്ളതാണ്. അല്ലാതെ തന്നെ ഒരു നേരം എപ്പോഴെങ്കിലും ഒന്ന് ഭഗവാനെ കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്ന ഭക്തന്മാർക്ക്, ദുർലഭമായി ചിന്തിക്കുന്നവർക്ക്, അതാണ് തന്നെ ഭക്തരായുള്ളവർക്കൊക്കെയും എങ്ങനെയെങ്കിലും അല്ലൽ തീർത്ത ആനന്ദ ദുർലഭ സാധ്യപദം കൊടുത്തിടുവോൻ. നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ അകമഴിഞ്ഞ ഭക്തി ഇല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ഒരു ദുർലഭം പോലെ ഒരു നേരമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും. ഭഗവാനെ നാരായണ എന്നൊക്കെ വിളിച്ച് സന്ധ്യാസമയത്തോ രാവിലെയൊക്കെ ഒന്ന് ഭഗവാനെ ദുർലഭം പോലെയൊക്കെ ഒന്ന് വിളിച്ചാൽ പോലും ഭഗവാൻ എന്തും കൊടുക്കുന്ന ഭഗവാൻ, അവിടെ അല്ലൽ തീർത്തെല്ലാം കൊടുക്കുന്ന ഭഗവാൻ. പിന്നെ ഇവിടെ സദാ ഭഗവാങ്കൽ മുകുന്ദനിൽ സദാ ഭക്തി ഉല്ലസിച്ചുള്ളവർക്ക്, ഉല്ലസിച്ച് നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉല്ലാസം കൊണ്ട് നമ്മൾ ഏത് സമയത്ത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനേ എന്നുള്ള ചിന്ത മാത്രമുള്ള ഭക്തന്മാർക്ക് എന്ത് അസാധ്യം നൃപ രാജാവേ. ശ്രീശുക മഹാമുനി പറയുന്നു, എപ്പോഴും ഭഗവാൻ തന്നെ ചിന്തയുള്ള ഭക്തന്മാർക്ക് എന്താ പറയത്തക്കത്, എത്രമാത്രം ഭാഗ്യമുള്ളവരാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളും സദാ ഭഗവാൻ ഭക്തി വർദ്ധിക്കുക. എന്ത് കാര്യവും നിറവേറും, എന്ത് കാര്യവും, ഒരു കാര്യത്തിനും അവിടെ ഒരു കുറവും വരത്തില്ല. ഇവിടെ ദുർലഭം പോലെ ഒരു മിനിമം പ്രാർത്ഥിക്കുന്നവർക്ക് എന്തും നൽകുന്ന ഭഗവാൻ. ദുർലഭം എന്ന് വെച്ചാൽ അതാണ് ഒരല്പസ്വല്പമൊക്കെ പ്രാർത്ഥിക്കുന്നവർ. ഒരു കൃത്യനിഷ്ഠ പോലെ കുറച്ച് നമ്മൾ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാസമയത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും. ദുർലഭമായി അവർക്ക് വലുതായിട്ടൊന്നുമില്ല, അവർക്ക് പോലും എന്തും സാധ്യമായി കൊടുക്കുന്ന ഭഗവാൻ. സദാസമയം ഭഗവാനിൽ മുകുന്ദനിൽ സദാ ഭക്തി ഉല്ലസിച്ചുള്ളവർക്ക്, അത്ര താല്പര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഇവിടെ. അങ്ങനെയുള്ളവർക്ക് എന്താ അസാധ്യം രാജാവേ നൃപ. മഹാമുനി ചോദിക്കുന്നത്, എന്താ അസാധ്യം? ഈ ഭക്തന്മാർക്ക് എന്താ ഇല്ലാത്തത്? അവർ ഭഗവാൻ എന്താ കൊടുക്കാത്തത്? എന്തെങ്കിലും പ്രത്യേകിച്ച് കൊടുക്കുക, എല്ലാം അവർ ഭാവന പോലെ ഭവിക്കത്തില്ലേ? ഒന്നിനും മുടക്കമില്ല, കിട്ടത്തില്ലേ? അതാണ് പറയുന്നത്. തന്നെ ഭക്തരാം ഗോപി ജനത്തിനെ നന്നായി രമിപ്പിച്ചു നാരായണൻ പരൻ എന്നതു കേട്ട് സന്തോഷേണ മന്നവൻ മന്ദസ്മൃതം ചെയ്തു ശങ്കിച്ചു ചോദിച്ചാൻ. ഇങ്ങനെല്ലാം ഗോപികമാരെ രമിപ്പിച്ചപ്പോൾ ഈ പരീക്ഷത്ത് മഹാമുനിയോട് ചോദിക്കുന്നത്, എന്താ ഇത് ഇങ്ങനെ ഈ രമിപ്പിച്ചു, എല്ലാവരുടെ ഒപ്പം നിന്ന് ഇങ്ങനെ രാസക്രീഡ കളിച്ച് ഇതൊക്കെ രമിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, ഇത് ശരിയാണോ ഇങ്ങനെ ചെയ്തത്? കാരണം അത് ചോദിച്ചത് എന്താ വെച്ചാൽ, ഇന്ന് ജനങ്ങളെല്ലാം അന്ധതയിൽപ്പെട്ട് കിടക്കുന്നു, അന്ധകാരത്തിൽപ്പെട്ട ജനങ്ങളായിരുന്നു. അവരെല്ലാവരും എന്താ പറയുന്നത്, ഒരു തുള്ളി വെള്ളവും മോന്തിയിട്ട് ഭാര്യമാരോടും ചോദിക്കും, എന്താ ഭഗവാന് 3, 4, 10, 16,000 നാരിമാരില്ലായിരുന്നോ, എനിക്കെന്താ 2 കെട്ടിയാൽ? എന്താ അങ്ങനെ ചോദിക്കുന്ന അറിയുമോ? അന്ധത കൊണ്ട്. അവർക്ക് അജ്ഞാനം മാറില്ല. ഈ ഗോപികൾ ആരാണെന്നറിയാൻ അവർക്ക് കെൽപ്പില്ല, ഭഗവാൻ എന്താ ചെയ്തതെന്നറിയാൻ കെൽപ്പില്ല. ഇതൊന്നും അറിയാത്ത ഒരു അജ്ഞാനത്തിൽപ്പെട്ടവരാണ് ഇത് ചോദിക്കുന്നത്, മനസ്സിലാക്കണം. ഇവിടെ പരമാത്മാവിൽ ലയിച്ചാണ് ഇവർ, ഉള്ളം പരിശുദ്ധമായി തീർന്നു. അത് സർവ്വപേരും അവിടെ ഇന്ദിരയുടെ അംശമായി മാറി, മഹാലക്ഷ്മിയായി മാറി. പരമാത്മാവായ ഭഗവാൻ നാരായണനും മഹാലക്ഷ്മിമാരും ഒത്താണ് അവിടെ. അവർ അങ്ങനത്തെ ഹൃദയമായി ഭഗവാൻ പരമാത്മാവുമായിട്ടുള്ള ആ രംഗമാണ് അവിടെ. അല്ലാതെ പുറമേയുള്ള മറ്റ് രീതികളെല്ലാം അവരിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് അഹങ്കാരങ്ങളും ഈ ലോക ചിന്തയിലായിട്ടുള്ള എല്ലാം നശിപ്പിച്ച് അതിൽ നിന്നെല്ലാം പോക്കി അവരെ ആനന്ദചിത്തരാക്കിയിട്ടാണ് ഭഗവാൻ ചെയ്യുന്നത്. നമ്മളും അങ്ങനെ ആകണം. ഇതാണ് യഥാർത്ഥമായ സത്യം. പതി നിന്റെ ആത്മാവ് നിത്യം രമിക്ക നീ ആത്മാവിൽ, ഇത്തരം ചെയ്വത് പാതിവൃത്യമെന്നു ചിത്തേ ധരിക്ക നീ ജ്ഞാനപ്പണി. ഈ ലോകത്ത് എത്ര നാരിമാരുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് ആ പതി, ആ നാരായണൻ നമുക്ക് എല്ലാവർക്കും ഭർത്താവ് തന്നെയാണ്, പതിയാണ്. അപ്പോൾ ഒരു നാരിയെങ്കിലും മാറ്റി നിർത്താൻ ഭഗവാന് പറ്റുമോ?
ഈ ഗുണം അറിയാതെ ഉണ്ട് ഈ ജ്ഞാനം ഉദിക്കാത്ത അന്ധകാരത്തിൽപ്പെട്ട പുരുഷന്മാർ ചോദിക്കും, അറിവില്ലായ്മ കൊണ്ടാണെന്ന് നമുക്കറിയാം, അറിയാമെങ്കിൽ പറയത്തില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കും, കൃഷ്ണന് ഒത്തിരി ഇല്ലായിരുന്നോ ഭാര്യമാർ? കൃഷ്ണൻ ആരാണ്? പിന്നെ എത്ര നേരം വധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. അത് അങ്ങനെ ഉള്ളവർക്കുള്ള മറുപടിയാണ് ഇനി പറയാൻ പോണത്. ഇതിനകത്ത് ഇനി വായിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഈ പരീക്ഷിത് മഹാരാജാവ് അതുപോലെ ചോദിച്ചേക്കുന്നത്, അത് ചോദിച്ചത് എന്താ? നമുക്ക് പാഠം പഠിക്കാനാണ്. ഇതൊന്നും ആരും വായിച്ച് മനസ്സിലാക്കാനുള്ള അറിവ് കിട്ടാത്തതുകൊണ്ട് എനിക്കുമില്ല. അല്പമൊക്കെ ചിന്തിച്ചെടുക്കുന്നത് ഭഗവാൻ എന്തോ ഇരുന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ ഒരു ശരിയാണോ ഇങ്ങനെ ചെയ്തത്? ഇതത്ര ഇങ്ങനെയല്ല രമിപ്പിച്ചപ്പോൾ, ഈ ഭഗവാൻ ഗോപീജനത്തിന് ഇങ്ങനെയല്ല ആനന്ദത്തിൽ രമിപ്പിച്ചപ്പോൾ ഇത് ശരിയാണോ എന്നത് കേട്ട് സന്തോഷണ മന്നവൻ ഈ പരീക്ഷിത് രാജാവ് മന്ദസ്മരം ചെയ്ത് പുഞ്ചിരിയോടുകൂടി ശങ്കിച്ചിട്ട് മുനിയോട് ചോദിക്കുന്നത്, മേദിനിയിങ്കൽ അധർമ്മം കളവാനായി വേദമാർഗാദി ധർമ്മങ്ങളെ സ്ഥാപിച്ചു ലോകവിശുദ്ധി വരുത്തുവാനായി കൊണ്ട് ലോകനാഥൻ വിഷ്ണു നാരായണൻ പരൻ കൃഷ്ണനായി വന്ന അവതീർണ ഈശ്വരൻ കൃഷ്ണകർമ്മം പരധാരാതി സംഗമം ചെയ്തത് പാർത്താൽ അതികഷ്ടമാം ഇതു ചെയ്തത് മാർഗമെന്നോർത്ത് പോമേ വരും. അപ്പോൾ അത് കഷ്ടമാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. പരീക്ഷിത്തും അന്ധത നിറഞ്ഞുകൊണ്ട രീതിയിലാണ് ചോദിച്ചത്. അറിയാമെങ്കിലും ഇതിവിടെ ഇങ്ങനെ കൊടുത്തേക്കെന്താ? നമ്മളത് മനസ്സിലാക്കാനാണ്. ഇത് വേദവ്യാസ മഹാമുനി ഈ ഭഗവാൻ ഇത്രയും രാസങ്ങളുടെ ഗോപികാ ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ, ഓരോ നാരിക്ക് ഓരോ കൃഷ്ണനായിട്ട് നിന്നപ്പോൾ ഇത് ശരിയാണോ? ജനങ്ങൾക്ക് ഇന്ന് അത് പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ കേൾക്കാനാണ് ഞാനിത് പറയും. എനിക്കറിയാം പരമാത്മാവായ കൃഷ്ണനും ഗോപികമാരും പരമാത്മാവും പരാശക്തിയുമാണ്. അതുകൊണ്ട് അവരങ്ങനെ നൃത്തം ചെയ്ത് നമ്മളും അങ്ങനെ ഒരു പരാശക്തി ആവുക. അപ്പോൾ നമ്മളും പരമാത്മാവായ കൃഷ്ണനാവാൻ നമ്മൾ തന്നെയാണല്ലോ എല്ലാം. അപ്പോൾ പുറമേയുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ നമുക്ക് നോക്കി പ്രാർത്ഥിക്കണം. നമ്മൾ തന്നെയായി പരമാത്മാവ് നമ്മൾ തന്നെ ഉണ്ട്. അഹം ബ്രഹ്മാസ്മിയായി മാറുമ്പോൾ ഇത് മനസ്സിലാക്കാം. അപ്പോഴേ ഇത് മനസ്സിലാവും. അതുവരെ നമ്മളും ചിന്തിക്കും, അയ്യോ കൃഷ്ണൻ ഇങ്ങനെ ചെയ്തോ, ഇത്രയും നാരിമാർക്കും ഭർത്താവായി നിന്നു എന്ന് എനിക്കും തോന്നിപ്പോവും. എന്താ എനിക്ക് തോന്നാത്തത്? നമ്മളത് പഠിച്ച് മനസ്സിലാക്കി. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തത് പാർത്താൽ അതികഷ്ടമാണല്ലോ. ഇത് ഈ മാർഗം എന്നോർത്ത് പോകും. ഏവരും ഈ ലോകത്തുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തു പോകും. ഇതുപോലെ ആയി പോകത്തില്ലയോ? ഈ സംശയം ചോദിക്കുന്നു. എന്നുവെച്ചാൽ കൃഷ്ണനായി വന്ന എന്തിനാ ഭഗവാൻ ഇവിടെ അവതരിച്ചത്? ലോകവിശുദ്ധി വരുത്താനാണ്, അധർമ്മങ്ങളെ നശിപ്പിക്കാനാണ്, വേദമാർഗാദി ധർമ്മങ്ങളെ സ്ഥാപിക്കാനാണ്. ലോകവിശുദ്ധി അതായത് മേദിനിയെങ്കിൽ അധർമ്മം കളയാൻ, ഈ ഭൂമിയിൽ അധർമ്മം ദുഷ്ടത്തരം കളയാനും വേദമാർഗാദി ധർമ്മങ്ങളെ സ്ഥാപിക്കാനും ലോകത്തിന് വിശുദ്ധി വരുത്തുവാനാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്. ലോകനാഥൻ വിഷ്ണു നാരായണൻ പരൻ കൃഷ്ണനായി വന്ന അവതരണനാം ഈശ്വരൻ ഭഗവാൻ അതിനാണ് ഇവിടെ വന്നത്. ആ കൃഷ്ണകർമ്മം അതായത് ഇവിടെ പാപം, കൃഷ്ണകർമ്മം എന്താ? ഈ പാപം ആര് പറയുന്നു? ഈ പരീക്ഷത്ത് പറയുന്നു. ഈ നാരിമാരെ ഭഗവാൻ അവതരിച്ചത് എന്തിനാ? ലോക നന്മയ്ക്കും ഈ ശുദ്ധ ചെയ്യാനും അധർമ്മം മാറ്റാനൊക്കെ അല്ലേ ഭഗവാൻ വന്നത്. പിന്നെ ഈ പാപം അതെന്താ? പരധാരാതി സംഗമം, അന്യൻ്റെ ഭാര്യയുമായിട്ടുള്ള സംഗമം ശരിയാണോ? അതാണ് കൃഷ്ണകർമ്മം. ഈ കർമ്മം പാപമല്ലേ? പരധാരാദിച്ച മറ്റന്യ പുരുഷൻ്റെ ഭാര്യമാരാണല്ലോ ഈ നാരിമാർ. അതുകൊണ്ട് പരധാരാതി സംഗമം ചെയ്തത് പാർത്താൽ അതികഷ്ടമാണല്ലോ. അത് ചെയ്തത് മാർഗമെന്നോർത്ത് ഈ വഴി ഈ ജനങ്ങൾ, നമ്മളെപ്പോലുള്ള ജനങ്ങൾ, പുരുഷന്മാർ ഇത് ഓർത്തിട്ട് ഇതുപോലെ ചെയ്യുമല്ലോ. അപ്പോൾ ഭഗവാന് ചെയ്യാമെങ്കിൽ ഏതാണെന്ന് ചോദിക്കുന്ന എല്ലാവരും. എന്ന് ഭഗവാന് 16,000 ഭാര്യമാരുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് 4 കെട്ടിയാൽ എന്താ? എനിക്ക് മറ്റുള്ള സ്ത്രീകളടുത്ത് പോയാൽ എന്താ? ഇതാണ് ഇന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ. ഭക്തന്മാരും അറിഞ്ഞവരൊന്നും പറയത്തില്ല. അറിവില്ലാത്തവർക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് അത് ശരിയല്ലല്ലോ ഈ കർമ്മം, ഈ പാപകർമ്മം ഭഗവാൻ ചെയ്തത് കഷ്ടമായിപ്പോയല്ലോ. ഇത് കണ്ട് ജനങ്ങളെല്ലാം പഠിച്ച് ഇതുപോലെ ആയിപ്പോകും. അവരുടെ വഴി തെറ്റിപ്പോകുമല്ലോ പുരുഷന്മാരുടെ. അവിടെ ചെയ്തത് പാർത്താൽ അത് കഷ്ടമാം ഇത് ചെയ്തത് മാർഗം എന്നോർത്ത് ഈ വഴി തെറ്റാണെന്ന് ഓർത്ത് പോകും ഏവരും. ഈ തെറ്റായ വഴി എല്ലാ മനുഷ്യർക്കും വഴി അങ്ങനെ ആയി തിരിഞ്ഞു പോകുമല്ലോ. ലോകത്തിൽ ഉത്തമന്മാർ നടക്കുന്നത് ലോകസ്യ ധർമ്മം എന്നോർത്ത് മറ്റുള്ളവർ ഏവം നടക്കും. അതുകൊണ്ട് അധർമ്മങ്ങൾ ആവോളം ഏറ്റവും വളരുമല്ലോ ഭൂമി. അപ്പോൾ ലോകത്തിൽ ഉത്തമന്മാരാണ് ചെയ്ത് കാണിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ ഉത്തമനാണ്. അവർ ഇങ്ങനെ നാരിമാരോടൊപ്പം ഇങ്ങനെ തുള്ളിയാൽ, ഇങ്ങനെ രമിച്ചാൽ ലോകസ്യ ധർമ്മം എന്നോർത്ത് ഇതാണ് ധർമ്മമെന്ന് അറിവില്ലാത്ത അജ്ഞാനികൾ ചിന്തിക്കും. ഇപ്പം ഈ മഹാമുനിയടുത്ത് ഈ
പരീക്ഷത്ത് ചോദിക്കുന്നത് ഇതാണ്, ഈ ഭഗവാൻ ഉത്തമന്മാർ ചെയ്താൽ പിന്നെ മറ്റുള്ളവർക്ക് എന്താ ചെയ്താൽ, ഇന്ന് അതാണ് ചോദിക്കുന്നത്. ഭഗവാൻ ചെയ്യാമെങ്കിൽ എനിക്കെന്താ ചെയ്താൽ? ഇതിനകത്ത് കിടക്കുന്ന ഇവർ വായിച്ച് നോക്കണം. അതുകൊണ്ട് ഇത് ധർമ്മം എന്നോർത്ത് ശരിയാണെന്ന് അംഗീകരിച്ചിട്ട് എല്ലാ പുരുഷന്മാരും ഇതാണ് ശരിയെന്ന് കരുതി സ്വന്തം ഭാര്യയെ വീട്ടിൽ വെച്ചിട്ട് വേറെ അന്യ സ്ത്രീകളെ രമിക്കാൻ പോകുമല്ലോ. അതുകൊണ്ട് ലോകസ്യ ധർമ്മം എന്നോർത്ത് മറ്റുള്ളവർ, ഈ ലോകത്തെ പുരുഷന്മാർ ഇങ്ങനെ നടക്കും. അതുകൊണ്ട് അധർമ്മങ്ങൾ ആവോളം ഏറ്റവും വളരുമല്ലോ ഭൂമി. ഈ ഭൂമിയിൽ അധർമ്മം ഒരുപാട് പെരുകുമല്ലോ. ഭഗവാൻ ഇങ്ങനെയെല്ലാം ചെയ്താൽ ജനങ്ങൾ അടങ്ങിയിരിക്കുമോ? ഉത്തമനായ കൃഷ്ണൻ ചെയ്യാമെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പം നമ്മളെ ഭൂമി ഇവിടെ അധർമ്മം പെരുകി നശിച്ചു പോകുമല്ലോ. ഒത്തിരി സമയമായി, നിർത്തണോ അതോ ഒന്നുകൂടെ ഇച്ചിരി വായിക്കാം. ലോകത്തിൽ ഉത്തമരെല്ലാം അറിയും എന്നാകയാൽ വേദമാർഗക്രമം എന്നിയേ ഏതും നടക്കയില്ലെന്ന് ഓർത്ത് ഏവരും പാതകരായി വന്നു പോവും. അതിന് കാരണം അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഉത്തമന്മാരെല്ലാം അറിയും എന്നാകയാൽ വേദമാർഗക്രമം എന്നിയേ ഏതും നടക്കയില്ലെന്ന് ഓർത്തത് ഏവരും പാതകരായി വന്നു പോകും. അതിന് കാരണം ഇതുകൊണ്ട് ലോകത്തിലെ മറ്റ് പുരുഷന്മാരൊക്കെ ഇത് കണ്ട് ചെയ്താൽ ലോകത്തിലെ ഇതെല്ലാം വലിയ പാപമാവുമല്ലോ, ഇങ്ങനെ ആയി പോകുമല്ലോ. ഇത് കാരണം ഭഗവാൻ ഈ കർമ്മം ചെയ്ത് ഈ പാപകർമ്മം ചെയ്താൽ അന്യ പുരുഷൻ്റെ ഭാര്യമാരുമായിട്ട് ഭഗവാൻ ഇങ്ങനെ രമിച്ചാൽ ഈ പാപം മറ്റുള്ളവരും ഇതുപോലെ ആയിപ്പോയാൽ ഈ ലോകം എന്തായി വരും? മഹാപാപമായി തീരുമല്ലോ. ഈശനാം എന്നും വരും അധർമ്മസ്ഥിതൻ നാശം വരുത്തുന്നു ലോകം എന്നായി വരും. അപ്പം ഈശനാം എന്നും വരും അധർമ്മസ്ഥിതൻ. അപ്പം ഭഗവാൻ ഇവിടെ അധർമ്മമാക്കി ചെയ്താൽ നാശം വരുമല്ലോ, ഈ ലോകം എന്നായി വരും. അതുകൊണ്ട് ഈ വക ശങ്ക ഒഴിച്ചരുളണമേ ദേവേശ ഭക്ത സർവജ്ഞ മഹാമുനി. ഈ ലോകം നശിച്ചു പോകുമല്ലോ മഹാമുനി. പരീക്ഷിത് മഹാരാജ് പറയുവാണ്, മഹാമുനി ഇതിന് സംശയം എനിക്ക് മാറ്റിത്തരണമേ. ഭഗവാൻ ഉത്തമനായിരിക്കുന്ന ശുദ്ധന്മാരായ മഹാത്മാക്കൾ, അത് കൃഷ്ണനും ഇങ്ങനെയുള്ള ഉത്തമന്മാരായ ആളുകൾ ഭൂമിയിൽ വന്ന് ഈ പാപകർമ്മം അന്യപുരുഷൻ്റെ ഭാര്യമാരുടെ രമിച്ച് സംഘം ചെയ്താൽ അത് ലോകത്ത് നന്മ ഉണ്ടാകില്ല, പാപമായി പോകും. സർവ്വജനങ്ങൾ ഇത് കണ്ട് പഠിച്ച് ഈ ഭൂമിയിൽ ഒരുപാട് അനർത്ഥങ്ങളും പാപങ്ങളായി നശിച്ചു പോകുമല്ലോ. ഇതിൻ്റെ സംശയം എനിക്ക് മാറ്റിത്തരൂ മഹാമുനി. ഇതെന്താ ഇതിന് കാരണം? ഭഗവാൻ ചെയ്ത് കാണിച്ചാൽ മറ്റുള്ളവർ തന്നെ അടങ്ങിയിരിക്കുമോ? ഈ പാപം ഇത് നന്മയാണെന്ന് കരുതും. കാരണം ഭഗവാൻ ഇത് നന്മയ്ക്കൊണ്ട് ചെയ്തതെന്ന് കരുതിയിട്ട് അറിവില്ലായ്മ കൊണ്ട് ഈ പുരുഷന്മാരെല്ലാം എല്ലായിടവും പോയി സ്ത്രീകളെ തിരക്കി ഇങ്ങനെ പോയി അവരുമായിട്ട് സംഘം ചെയ്താൽ അതുപോലെ പാപം എന്താ ഉള്ളത്? അങ്ങനെ ആയി പോകുമല്ലോ. അതുകൊണ്ട് അതിനുള്ള പോംവഴി എന്താ കാരണം? അതിൻ്റെ യഥാർത്ഥം ഒന്ന് പറഞ്ഞു തരൂ മഹാമുനി. അതുകൊണ്ട് ദേവദേവേശ ഭക്തപ്രിയ സർവജ്ഞ മഹാമുനി, ഈ വക ശങ്കയെല്ലാം എനിക്ക് ഒഴിച്ച് അരുളി ചെയ്യൂ. ഇതെല്ലാം എന്താ എന്ത് കാരണം കൊണ്ടാണ് ഇത്? എന്താ സംഭവിച്ചത്? ഇത് എന്തായി വരും? അതുകൊണ്ട് ലോകം നശിച്ചു പോകുമോ അതോ എന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കി തരൂ എന്ന് മഹാമുനിയുടെ തന്നെ ഈ പരീക്ഷിത് മഹാരാജ് ചോദിക്കും. നമുക്ക് നാളെ ഈ സംശയം മാറ്റാൻ, നാളെ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തെ കാര്യം എൻ്റേതോ ആരുടെയും അല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമുക്കിവിടെ ഇത് പറഞ്ഞ് തീർത്ത് നിർത്തിയിട്ട് നാളെ ഇതേ സമയത്ത് വെക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പറയാം. കാരണം ഈ അറിവില്ലാത്ത ആൾക്കാർ ഇത് കേൾക്കണം, മനസ്സിലാക്കണം. ഇത് ഭാര്യമാർ മറ്റുള്ള പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈശ്വരൻ്റെ ഇന്ദിരയുടെ അംശങ്ങളായി മാറിക്കഴിയുവാണ് ഇവിടെ. അപ്പോൾ പരമാത്മാവും പരാശക്തിയായ നമ്മൾ ലോകത്തുള്ള എല്ലാ നാരിമാരും പരാശക്തിയുടെ അംശമാണ് ഭഗവാൻ. അതുപോലെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആധ്യാത്മിക രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് രണ്ടും രണ്ടാണ്, രാത്രിയും പകലും പോലെയാണ്. പകലെന്ന് പറഞ്ഞത് ഈ ലോക ചിന്തകളെല്ലാം ചിലപ്പോൾ ഒരുത്തൻ ഒരു ഭാര്യ തന്നെ മാറ്റും. പക്ഷേ ഇവിടെ പരമാത്മാവ് ഏകനാണ്. അപ്പോൾ ആ ഏകാത്മാവായിരുന്ന ഈശ്വരൻ സർവ്വ നാരിമാരും ഭഗവാന്റെ ആ അമ്മയുടെ അംശങ്ങളാണ്. അപ്പോൾ ഭഗവാനും അതുപോലെ അംശം എടുത്ത് ഭഗവാൻ തന്നെ ഓരോ പുരുഷന്മാരായി വന്നു. എല്ലാ നാരിമാർക്കും വേണമെങ്കിൽ അത് ചെയ്തല്ലേ പറ്റൂ. ഈശ്വരൻ ഏകനല്ലേ. നാരിമാർ ഒരുപാടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് എല്ലാവർക്കും അത് മനസ്സിലാകുമ്പോൾ ഇത് മനസ്സിലാവും. അത് ഓരോ ഭർത്താക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ബാക്കി നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.